വെൽക്കം, താഹിമനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിർക്കേഡിയൻ റിതം, ഋതത്തെ പറ്റിയാണ്. എന്താണ് സിർക്കേഡിയൻ റിതം, എന്താണ് ബോഡീസ് മെക്കാനിസം. നമ്മൾ ഈ ടോപ്പിക് മൊത്തം ഡിസ്കസ് ചെയ്യുന്നത് ക്രോണോ ഫാർമക്കോളജി എന്ന് പറയുന്ന വലിയൊരു ഹെഡിങ്ങിന്റെ കീഴിലാണ്. അതിലുള്ളതാണ് നമുക്ക് സിർക്കേഡിയൻ റിതം. സോ ക്രോണോ ഫാർമക്കോളജി പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. പക്ഷെ ഇവിടെ നമുക്ക് ആദ്യം സിർക്കേഡിയൻ റിതം എന്താണ്, ദെൻ ബയോളജിക്കൽ ക്ലോക്ക് എന്താണ്, ബയോളജിക്കൽ ക്ലോക്ക്, ഇവിടെയൊക്കെ മോളിക്കുലാർ മെക്കാനിസംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ്. രാവും പകലും, ഡേ ആൻഡ് നൈറ്റ്, ഈ സമയങ്ങളിൽ ശരീരത്തിന്റെ പ്രോസസ്സിനെ എങ്ങനെയാണ് ശരീരം മാനേജ് ചെയ്യുന്നത്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 2017 നോബൽ പ്രൈസ് കിട്ടിയത് ഇത്തരം കണ്ടുപിടുത്തങ്ങളോടനുബന്ധിച്ചാണ്. മൈക്കിൾ യങ്, ദെൻ മൈക്കിൾ റോസ്ബാക്ക്, ദെൻ ജെഫ്രി ഹോൾട്ട്. സോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഫിസിയോളജി ഓർ മെഡിസിനിൽ നോബൽ പ്രൈസ് കിട്ടിയത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിർക്കേഡിയൻ റിതം, ബയോളജിക്കൽ ക്ലോക്ക്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കാണ്. ബേസിക്കലി നമ്മുടെ ശരീരത്തിലുള്ള പല ഭാഗങ്ങളിലുള്ള പല പ്രവർത്തനങ്ങൾക്കും ഒരു rhythmic nature ഉണ്ട്. It has a rhythm of its own. Biorhythm. So biorhythms or biological changes happens repeatedly after certain periods. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പല ബയോളജിക്കൽ ഇവന്റ്സ് ഒരു rhythmic വരുന്നതിനാണ് നമ്മൾ ബോഡി റിതംസ് എന്ന് പറയുന്നത്. ഓർ ഫിസിയോളജിക്കൽ ഇവന്റ്സ് occurring at approximately regular interval. സോ അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ റിതം എന്ന് നമ്മൾ പറയും. സോ പ്രധാനമായിട്ടും 3 തരം ബയോളജിക്കൽ റിതംസ് ഉണ്ട്. ഒന്ന് അൾട്രേഡിയൻ റിതമാണ്. അൾട്രേഡിയൻ റിതം. അൾട്രേഡിയൻ റിതം എന്ന് വെച്ചാൽ കുറഞ്ഞ സമയത്ത്, ലെസ് ദാൻ 24 hours, 24 മണിക്കൂറിൽ താഴെയുള്ള കുറഞ്ഞ സമയത്തെ റിതംസ് ആണ്. ഇപ്പൊ ഉദാഹരണം ഹൃദയമെടുപ്പ് ഇൻ എവറി 0.8 സെക്കൻഡ്സിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഇന്റേണലി കൺട്രോൾഡ് ആയിട്ടുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ പറയുന്ന ഇൻഫ്രേഡിയൻ റിതം എന്നാണ്. ഇൻഫ്രേഡിയൻ റിതം എന്ന് വെച്ചാൽ അതിനെ വേറൊരു പേര് സർക്കാലൂണാർ റിതം എന്നും പറയും. ഉദാഹരണം മെൻസ്ട്രൽ സൈക്കിൾ ആണ്. മെൻസ്ട്രൽ സൈക്കിൾ ഇത് നടക്കുന്നത് എവറി 28 ഡേയ്സ് സൈക്കിളിലാണ്. അത് പല ഹോർമോൺസിന്റെ ഒക്കെ കൺട്രോളിലാണ് അത് നടക്കുന്നത്. ദെൻ സീസണൽ വേരിയേഷൻസ് ഉണ്ട്. സീസണൽ വേരിയേഷൻസ് അനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ, സീസണൽ വേരിയേഷൻസ് അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും വരും. സോ അതെല്ലാം എക്സ്റ്റേണലി കൺട്രോൾഡ് ആണ്. പുറമേയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കൺട്രോൾഡ് ആവുന്നതാണ്. സോ ഇന്റേണൽ കൺട്രോൾസ് ഉണ്ട്, എക്സ്റ്റേണൽ കൺട്രോൾസ് ഉണ്ട്. സോ ഇത്തരം എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ നമ്മൾ സീഡ്സ് ഗീബർ എന്നാണ് വിളിക്കുക. സീഡ്സ് ഗീബർ എന്നാണ് നമ്മൾ ഇതിനെ, ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ വിളിക്കുന്ന ഒരു പേരാണ് ഇപ്പോൾ നമ്മൾ സീഡ്സ് ഗീബർ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തത് സിർക്കേഡിയൻ റിതമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ഓരോ 24 മണിക്കൂറിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എവറി 24 hours. സോ പലതും ഡയണൽ ആണ്. ഡയണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയണൽ വേരിയേഷൻ. സോ ചിലത് പകൽ നടക്കുന്നു, ചിലത് രാത്രി സംഭവിക്കുന്നു. സോ ഡയണൽ വേരിയേഷൻസ് ആണ് പ്രധാനം. തുടർച്ചയായിട്ട് ഇങ്ങനെ രാത്രി കുറച്ച് കാര്യങ്ങൾ, പകൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. സോ സിർക്ക എന്ന് പറയുന്ന വാക്കിന് അർത്ഥം അറൗണ്ട്, ഏകദേശം, അപ്രോക്സിമേറ്റ്, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ഡയം എന്ന വാക്കിന് അർത്ഥം ഡേ, പകൽ എന്നാണ്. സോ ഇത് രണ്ടും കൂടി ചേരുമ്പോഴുള്ള ലാറ്റിൻ വേർഡാണ് സിർക്കേഡിയൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കി. സോ ഓരോ 24 മണിക്കൂറിനിടയിലും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സീരീസ് ഓഫ് ചേഞ്ച്, കുറെ എല്ലാം ഇന്റേണലി കൺട്രോൾഡ് ആണ്. ബട്ട് എക്സ്റ്റേണലി അതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും. എക്സ്റ്റേണൽ മോഡിഫിക്കേഷൻ ഈസ് പോസിബിൾ. സോ ബോഡി ടെമ്പറേച്ചർ ആകാം, മെറ്റബോളിസം ആകാം, ഉറക്കം തുടങ്ങിയവയൊക്കെ നടക്കുന്ന അതിനാണ് നമ്മൾ സിർക്കേഡിയൻ റിതം, ആ വ്യത്യാസങ്ങൾ. സോ ഒരു പഠനത്തിൽ കാണിച്ചത് സിർക്കേഡിയൻ റിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24.11, 24 മണിക്കൂറും 11 മിനിറ്റ് ആണ്, ഓർ പ്ലസ് ഓർ മൈനസ് 5. ഇതാണ് സാധാരണ ജനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സിർക്കേഡിയൻ വേരിയേഷൻ എന്നാണ് ജനങ്ങളിൽ ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. സോ സിർക്കേഡിയൻ റിതത്തിനെ നമുക്കപ്പോൾ കുറച്ചും കൂടി ടെക്നിക്കലായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, സോ ഇറ്റ് ഈസ് ഓസിലേഷൻ ഓഫ് വാട്ട്? ഓസിലേഷൻ ഓഫ് ബയോകെമിക്കൽ പ്രോസസ്. സോ ഇറ്റ് ഈസ് ഓസിലേഷൻ ഓഫ് ബയോകെമിക്കൽ പ്രോസസ്സസ് ആണ്. എവിടെയാണ് നടക്കുന്നത്? ഇൻസൈഡ് ദ സെൽസ്, ഹ്യൂമൻ സെൽസ്. നമുക്ക് തൽക്കാലം മനുഷ്യനിലെ കൂട്ടാം, നമ്മൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. ഹ്യൂമൻ സെൽ ഇൻ എ റിതം ഓഫ് 24 hours, ഇൻ എ റിതം ഓഫ് 24 hours, 24 മണിക്കൂറിനിടയിൽ നടക്കുന്നതായിരിക്കണം. ആൻഡ് ഇതിന് എന്തുകൂടി വേണം? വിച്ച് സിങ്ക്രോണൈസസ്, എന്ത് സിങ്ക്രോണൈസ് ചെയ്യണം? ടു ദ ലൈറ്റ് ആൻഡ് ഡാർക്ക് സൈക്കിൾസ്, പകലിന്റെയും രാത്രിയുടെയും ആ സൈക്കിൾസ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് സൈക്കിളായിട്ട് സിങ്ക്രണൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിർക്കേഡിയൻ റിതം എന്ന് പറയുന്നത്. സോ സിർക്കേഡിയൻ റിതം ഈസ് ഓസിലേഷൻ ഓഫ് ബയോകെമിക്കൽ പ്രോസസ്
വിച്ച് സിങ്ക്രണൈസ് ടു ഡേ ആൻഡ് ലൈറ്റ് എന്ന് നമുക്ക് പറയാം. സോ ഇറ്റ്സ് എ ഫീഡ്ബാക്ക് സിസ്റ്റം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇറ്റ്സ് നോട്ട് എ ഫീഡ്ബാക്ക് സിസ്റ്റം. ഇതിനെ ആക്ച്വലി നമുക്ക് ഫീഡ് ഫോർവേഡ് സിസ്റ്റം എന്നാണ് നമ്മൾ പറയുക, ഫീഡ് ഫോർവേഡ് സിസ്റ്റം. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരീരത്തിന് ഈ ക്ലോക്കിനെ മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ നമുക്ക് നീക്കാനായിട്ട് ഇടവേക്കാനായിട്ട് പറ്റും. ഓക്കെ, റീസെറ്റ് ചെയ്യേണ്ടി വരും പലപ്പോഴും, ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ എൻവയോൺമെന്റ്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ജെറ്റ് പ്ലെയിനിലൊക്കെ വേണമെങ്കിൽ ജെറ്റ് ലാഗ്സ് ഉണ്ടാകാം. സോ ഇപ്പോഴൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇത് പറഞ്ഞതിന് ശേഷം ശരീരത്തിൽ ദിവസേനയുള്ള ഫിസിയോളജിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ രോഗങ്ങൾ, അവിടെയൊക്കെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നായിരിക്കും പറയേണ്ടത്. പക്ഷേ ഞാനത് പിന്നീടത്തേക്ക് വയ്ക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ക്രോണോ ഫാർമക്കോളജി വീഡിയോയിൽ അവിടെ ആയിരിക്കും കൂടുതൽ സെറ്റ് ആവുക. ഇവിടെ നമുക്ക് മെക്കാനിസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ഈ മെക്കാനിസത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം കേൾക്കേണ്ട പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലോക്ക് എന്ന വാക്കാണ് നമ്മൾക്ക് ആദ്യം അറിയേണ്ടത്, ഡിസ്കസ് ചെയ്യണം. സോ ഓർഗാനിസംസ് അല്ലെങ്കിൽ എല്ലാ ഓർഗാനിസത്തിലും മനുഷ്യരിൽ ഉൾപ്പെടെയുള്ള എല്ലാത്തിലും നാച്ചുറൽ ടൈമിങ്ങിനെ അറിയുന്ന റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. സോ അതിനാണ് നമ്മൾ നാച്ചുറൽ ക്ലോക്ക് എന്ന് പറയുന്നത്. സോ ഇത് ഒറ്റ ഒരു സെൽ മാത്രമുള്ള സാനോ ബാക്ടീരിയയിൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, വലിയ ജീവികളിലും ഉണ്ട്. നമ്മളെ പോലെയുള്ള മാമൽസിലും ഇതേ ക്ലോക്ക് തന്നെ. സോ ബാക്ടീരിയകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ജീവി എന്ന് പറയുന്നത് ഡ്രോസോഫിലയാണ്. ഡ്രോസോഫില മെലാനോഗാസ്റ്റർ എന്നാണ് എൻ്റെ പേര്. മെലാനോഗാസ്റ്റർ എന്ന് പറയുന്ന അത് ഫ്ലൈ ആണ്, ഈച്ചയാണ്, കണ്ണീച്ച എന്ന് നമ്മൾ പറയും. സോ ഇതിൻ്റെ ഓരോ സെല്ലിലും ബയോളജിക്കൽ ക്ലോക്ക് ഉള്ളതായിട്ട് നമുക്കറിയാം. ഇവിടെ നമ്മൾ പറയുന്ന പല മെക്കാനിസവും ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തതെല്ലാം തന്നെ കണ്ണീച്ചയിലാണ്, ഡ്രോസോഫിലയിലാണ്. സോ അവയുടെ മാതൃകയിലാണ്. ഉദാഹരണം പെർ എന്ന് പറഞ്ഞാൽ പീരിയഡ് പ്രോട്ടീനാണ്. ടിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈംലെസ് പ്രോട്ടീനാണ്. ദെൻ ക്രിപ്റ്റോക്രോം എന്ന് പറയുന്നതും പ്രോട്ടീനും എല്ലാം ഡ്രോസോഫില വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മുടേത് പക്ഷേ മമേലിയൻ സിസ്റ്റമാണ്. മമേലിയൻ സിസ്റ്റത്തിൽ പക്ഷെ അതിനേക്കാൾ കോംപ്ലക്സ് ആണ്, വളരെ അധികം കോംപ്ലക്സ് ആണ് കാര്യങ്ങൾ. അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്. ദീസ് ഓൾ ആർ എക്സ്റ്റൻഷൻസ്. സോ പരിണാമമാണ്, പരിണാമിച്ചു മാറിയതാണ്. സോ പരിണാമമാണല്ലോ എല്ലാം ബയോളജിയിൽ. സോ നമ്മൾ വിവരിക്കുന്നത് മനുഷ്യന്റെ ബയോളജിക്കൽ ക്ലോക്കാണ്, ഹ്യൂമൻസിന്റെ ബയോളജിക്കൽ ക്ലോക്കിനെ പറ്റിയാണ്, അതിന്റെ ഫംഗ്ഷൻ, അതിന്റെ റെഗുലേഷൻ തുടങ്ങിയ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മനുഷ്യനിലെ മിക്കവാറും എല്ലാ സെല്ലുകളിലും ഇത്തരം ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കും. സോ മനുഷ്യനിലെ എല്ലാ സെല്ലും ഉണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു സെൻട്രൽ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. സോ ഇതിനെ നമ്മൾ മാസ്റ്റർ ക്ലോക്ക് എന്നാണ് വിളിക്കുക, മാസ്റ്റർ ക്ലോക്ക്. സോ ഒരു മാസ്റ്റർ ക്ലോക്ക്, ബാക്കി എല്ലാ സെല്ലിലും പെരിഫറൽ ക്ലോക്സ് ഇങ്ങനെയുണ്ട്. സോ ന്യൂക്ലിയസ് ഉള്ള മിക്കവാറും എല്ലാ സെല്ലുകളിലും മാസ്റ്റർ ക്ലോക്കും അതിന്റെ പെരിഫറൽ ക്ലോക്ക് ഉണ്ട്. പക്ഷെ ചില സെല്ലിൽ ന്യൂക്ലിയസ് ഇല്ല. ഇപ്പൊ ഇതിപ്പോൾ RBC ആണെങ്കിൽ RBCയിൽ ന്യൂക്ലിയസ് ഇല്ല. സോ അവയ്ക്ക് പക്ഷേ മറ്റ് സിസ്റ്റങ്ങൾ വല്ലതായിരിക്കും, അവയ്ക്ക് DNA ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവയ്ക്ക് പല പ്രോട്ടീനുകളൊക്കെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല. സോ അവയിൽ മറ്റു പല സിസ്റ്റംസ് ആയിരിക്കാം, എങ്കിലും അവയും ഇതേപോലെ ഋതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ നമുക്ക് സെൻട്രൽ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ മാസ്റ്റർ ക്ലോക്ക്, അതിന്റെ മെക്കാനിസമാണ് നമ്മൾ പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പെരിഫറൽ ക്ലോക്സിന്റെ മെക്കാനിസമാണ് നമ്മൾ പറയുന്നത്. ഒരു എഷോഫ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഉണ്ട്. സോ എഷോഫ്സ് റൂൾ പറയുന്നത് ചിലത് ലൈറ്റ് വർദ്ധിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടുതലായിട്ട് നടക്കും. സോ ഇൻക്രീസസ് വിത്ത് ലൈറ്റ്. ചിലത് ഡിക്രീസസ് വിത്ത് ലൈറ്റ് ഓർ ഇൻക്രീസസ് വിത്ത് ഡാർക്ക്നെസ്. സോ അത് പുള്ളി പറഞ്ഞത് ഡയണൽ അനിമൽസിനെ പറ്റിയാണ്. പക്ഷെ എങ്കിലും ഞാൻ ആ വാക്കോടെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ എഷോഫ്സ് റൂളോടെ പറഞ്ഞത് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ലൈറ്റും ഡാർക്ക്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ കാര്യം. ഇനി വേറൊരു കാര്യം കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മെക്കാനിസത്തിലേക്ക് പോകാം. ഈ സിർക്കേഡിയൻ ഋതം എന്ന് പറയുന്നതും ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ബയോളജിക്കൽ ക്ലോക്കിന്റെ ഒരു എഫക്റ്റ് ആണ് സിർക്കേഡിയൻ ഋതം എന്ന് പറയുന്നത്. സിർക്കേഡിയൻ ഋതം ഈസ് ആൻ എഫക്ട് ഓഫ് ബയോളജിക്കൽ ക്ലോക്ക്. സോ ബയോളജിക്കൽ ക്ലോക്കിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആണ് നമുക്ക് സിർക്കേഡിയൻ ഋതത്തിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ആയിട്ട് വരിക. സോ ഇത് രണ്ടും ഒരേ ടേം അല്ല, രണ്ടും ഡിഫറെന്റ് ആണ്. ഒന്നിന്റെ എഫക്റ്റ് ആണ് മറ്റത് എന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സിർക്കേഡിയൻ ഋതം ഉള്ള സെല്ലുകളിൽ എല്ലാം ശരിക്കും 5 തരമാണ്, 2 തരം പ്രോട്ടീനുകൾ സമയക്രമം അനുസരിച്ച് ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്യുന്നു. സോ ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ സിർക്കേഡിയൻ ഋതം നമ്മുടെ സെല്ലുകളിൽ 2 ടൈപ്സ് ഓഫ് പ്രോട്ടീൻ. അതിൽ ആദ്യത്തേത് പെർ ആണ്. പെർ ഫോർ പീരിയഡ് പ്രോട്ടീൻ എന്നാണ് പറയാ. പെർ തന്നെ നമുക്ക് 3 തരമുണ്ട്. പെർ 1 ഉണ്ട്, പെർ 1, 2 and 3. ദെൻ രണ്ടാമത്തെ പ്രോട്ടീൻ ക്രിപ്റ്റോക്രോം പ്രോട്ടീൻ ആണ്. ക്രിപ്റ്റോക്രോം പ്രോട്ടീൻ നമ്മൾ എഴുതുക CRY എന്നാണ്. അതിന്റെ ഡിഫറെന്റ് വെറൈറ്റി ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അങ്ങനെയാണ് 5 തരം. അല്ലെങ്കിൽ പെർ അല്ലെങ്കിൽ CRY മാത്രമായിട്ട് കൂട്ടുകയാണെങ്കിൽ 2 തരം
പ്രോട്ടീൻ ഉണ്ട്. ഉദാഹരണം നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് അവേഴ്സ് ആണ്, 0 to 24 അവേഴ്സ് ആണ്, ഇത് 12 അവേഴ്സ് ആയിട്ട് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോട്ടീനുകൾ നമുക്ക് ഇങ്ങനെ കൂടി ഇങ്ങനെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഉച്ചയാകുമ്പോഴത്തേക്കും ഇത് വളരെയധികം കൂടുതലായിരിക്കും. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് പെർ ആൻഡ് ദി സൈറ്റോക്രോം പ്രോട്ടീൻ CR. സോ രാവിലെ 0 ടൈമിൽ അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് 0 ടൈമിൽ കുറച്ചായിരുന്നു, അതിങ്ങനെ കൂടി 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 വന്ന് ഉച്ചയ്ക്ക് ഏറ്റവും ഉയർന്ന് പിന്നീട് താഴത്തേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ദിസ് ഹാപ്പൻസ് ഇൻ എവരി സെൽ. ആൻഡ് അവസാനം പെറും ദിസ് ക്രൈയും രണ്ടും കൂടി ചേർന്നിട്ട് അത് ഒരു ഡൈമർ ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. അത് നമുക്ക് പിന്നീട് കാണാം. സോ ഇനി ഇങ്ങനെ ഒരു പ്രോട്ടീൻ ഉണ്ടാവണമെങ്കിൽ മറ്റു ചില പ്രോട്ടീൻസ്, ഇപ്പൊ നമ്മളുടെ DNA അല്ലെങ്കിൽ ക്രോമോസോം അല്ലെങ്കിൽ ജീൻ, സോ അവിടെ വന്ന് ചില പ്രോട്ടീൻസുകൾ ഒട്ടിച്ചേരണം. അങ്ങനെയുള്ള 2 പ്രോട്ടീനാണ്. വൺ ഈസ് NPAS2 എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ട്. സോ ഇറ്റ്സ് വേറെ പേര് MOP4 എന്നാണ്. ഫുൾ പേര് ന്യൂറോണൽ പാസ് കണ്ടെയ്നിങ് പ്രോട്ടീൻ 2 എന്നൊക്കെയാണ്. നമുക്ക് തൽക്കാലം എന്ന് പറയേണ്ട NPAS2. രണ്ടാമത്തത് BMAL1 എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഇത് MOP പ്രോട്ടീൻ 3 ആണ്. ഡ്രോസോഫിലയെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ദിസ് ഈസ് ഈക്വലന്റ് ടു ക്ലോക്ക് പ്രോട്ടീൻസ്. ക്ലോക്ക് ആൻഡ് സൈക്കിൾ പ്രോട്ടീൻസിന് ഈക്വലന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് മനുഷ്യനിൽ MPAS2ഉം BMAL1ഉം. സോ ഇത് DNA-യിൽ ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നു. DNA-യിൽ ഈ ബോക്സിൽ വന്ന് ഒട്ടിച്ചേരുന്നു. ഈ സംഭവങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഡൈമർ വന്ന് ഒട്ടിച്ചേരുമ്പോൾ DNA-യുടെ മറ്റു ഭാഗത്തു നിന്നുണ്ടാവുന്ന ജീനിൽ നിന്ന് ഈ പ്രോട്ടീൻ ഉണ്ടാവുന്നു. ഏതൊക്കെ ഉണ്ടാവുക? പെർ പ്രോട്ടീൻ ഉണ്ടാകും. ദെൻ ഇത് മറ്റൊരു ജീനിന്റെ മറ്റൊരു സ്ഥലത്ത് ഒട്ടിച്ചേരുമ്പോൾ അടുത്ത പ്രോട്ടീൻ. ഞാൻ രണ്ടും ഒരേ സ്ഥലത്ത് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് ജീനിലാണ് ആക്ട് ചെയ്യുക. അടുത്തുണ്ടാവുന്നത് ക്രിപ്റ്റോക്രോം പ്രോട്ടീൻ ആണ്. സോ പെർ ഉണ്ടായി, ക്രിപ്റ്റോക്രോം ഉണ്ടായി. സോ നമുക്ക് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ when this binds here into the E box it increases the expression of per and cry. So increased expression എന്നാണ് നമ്മൾ അതിന്റെ ടെക്നിക്കൽ പേര്. സോ ഈ പെറും CRYയും തുടർച്ചയായിട്ട് രാവിലെ മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് വർദ്ധിച്ച് ഉച്ചയാകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലാവുന്നു. സോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പീരീഡ് ആൻഡ് സൈറ്റോക്രോം ഇത് രണ്ടും പല പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ നടക്കും. സോ ഇവയിൽ ഓരോന്നിലും പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ നടക്കും. ഇതിന് കുറച്ച് സമയം എടുക്കും. സോ ഇങ്ങനെ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ 2-ൽ നടക്കും, പെറിൽ നടക്കും, CRYയിൽ നടക്കും. ദെൻ അതിനുശേഷം ഇവ ന്യൂക്ലിയസിനകത്തേക്ക് വീണ്ടും തിരിച്ചു കയറും. സോ പ്രോട്ടീൻ ഉണ്ടാവുന്നത് എവിടെയാണ്? സൈറ്റോസോളിനകത്താണ് അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിലാണ്. സോ അവിടെ ഉണ്ടായതിനു ശേഷം ഇത് അകത്തേക്ക് കിടക്കുന്നു. ആൻഡ് ദെൻ ഇറ്റ് വിൽ ജോയിൻ ടുഗദർ. രണ്ടും കൂടി ചേർന്നിട്ട് ഡൈമർ ആകും. പീരീഡും സൈറ്റോക്രോമും ചേർന്നിട്ട് ഡൈമർ ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസിനകത്ത് DNA ഉണ്ട്. DNA-യിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് NPAS2ഉം BMAL1ഉം ആയിരുന്നു. സോ ഇവ പോയി NPAS1നെയും BMAL2ന്റെയും പ്രവർത്തനം തടയും. സോ ഇറ്റ് ഫോംസ്. ഈ ഡൈമർ പോയിട്ട് ഇതിന്റെ ഡൈമറിൽ പോയി ഒട്ടിച്ചേരുമ്പോഴത്തേക്കും ഇതിന്റെ പ്രവർത്തനം ഇല്ലാതെയാകും. ഇതിന്റെ പ്രവർത്തനം എന്തായിരുന്നു? ഇത് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. സോ ദിസ് ഓട്ടോമാറ്റിക്കലി റെഡ്യൂസസ് ദിസ്. ഓക്കെ. സോ സ്വന്തം എമൗണ്ട് തന്നെ കുറയ്ക്കുന്ന വർക്കാണ് ശരീരത്തിൽ നടക്കുക. സോ ദിസ് ഈസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ 24 അവേഴ്സിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സെല്ലിനകത്ത്. സോ ഇത്തരം ഉണ്ടായ പ്രോട്ടീൻ തന്നെ അവയുടെ പ്രവർത്തനം നിലയ്ക്കുന്ന പണിയാണ് 24 മണിക്കൂർ തുടർച്ചയായിട്ട്. സോ ഈ BMAL എന്ന് പറയുന്ന BMAL1 എന്ന് പറയുന്ന പ്രോട്ടീനാണ് ഇതിൽ ഈ NPAS-നേക്കാൾ പ്രധാനം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേറൊരു മെക്കാനിസം കൂടിയുണ്ട്. അതിന്റെ പേര് REV എന്ന് പറയുന്ന RB ആൽഫ എന്ന് കൂടിയുണ്ട്. സോ ഇങ്ങനെ ഒരു പ്രോട്ടീൻ കൂടി ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രോട്ടീനിന് ഇതിന്റെ ട്രാൻസ്ലേഷൻ വർദ്ധിപ്പിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ന്യൂക്ലിയസിൽ പോയി ഈ ബോക്സിൽ ഈ പ്രോട്ടീനാണ് പിടിക്കുന്നതെങ്കിൽ അവിടെ വെച്ചിട്ടും BMAL1 ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ BMAL1 ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ക്രിട്ടിക്കൽ ആണ്. കാരണം അതുകൊണ്ടാണ് അതിന് അഡീഷണൽ റെഗുലേറ്ററി മെക്കാനിസം കൂടി വെച്ചിരിക്കുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞതെല്ലാം അത് പെർ ആയാലും സൈറ്റോക്രോം ആയാലും BMAL1 ആയാലും REV ആയാലും ഇതെല്ലാം തന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങളാണ്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, ജനറ്റിക്സ് കുറച്ച് പഠിച്ച ആൾക്കാർക്ക് അറിയാം. ഇതെല്ലാം തന്നെ പലതിൻ്റെയും ജീൻ എക്സ്പ്രഷൻ വർദ്ധിക്കുകയും പലതരം പ്രോട്ടീൻ സിന്തസിസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. സോ പലതരം പ്രോട്ടീൻ്റെ സിന്തസിസ് വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളാണ് ദീസ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോട്ടീൻ. സോ ഒരു സെല്ലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെല്ലിനകത്ത് ന്യൂക്ലിയസിൽ നിന്ന് പല പ്രോട്ടീൻ ഉണ്ടാക്കണം. ഇത് പകലും രാത്രിയും എല്ലാം കൂടുതലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് വേണം. സോ ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിട്ടായിരിക്കും ഓരോ സെല്ലുകളുടെയും പ്രവർത്തനം നടക്കുക. അതായത് പകൽ സമയത്ത് ഇവ വർദ്ധിച്ചാൽ പ്രവർത്തനം കൂടുകയും അല്ലെങ്കിൽ പ്രവർത്തനം കുറയുകയും ചെയ്യും. സോ ഇതാണ് ബയോളജിക്കൽ ക്ലോക്കിലെ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം. പക്ഷെ ഇവയുടെ പ്രവർത്തനം എങ്ങനെ ഓരോ സെല്ലുകളിലും വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സെല്ലിലും എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് മനുഷ്യനിൽ ഒരു സെൻട്രൽ ക്ലോക്ക് ഉണ്ടാവും. ദർ മസ്റ്റ് ബി എ സെൻട്രൽ
സെൻട്രൽ ക്ലോക്ക് ഓർ നമ്മളതിനെ മാസ്റ്റർ ക്ലോക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഉള്ളത് ബ്രെയിനിലാണ്. സോ ബ്രെയിനിൽ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈപ്പോതലാമസിലാണ് എന്ന് നമുക്ക് പറയാം. നമുക്ക് ഹൈപ്പോതലാമസ് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇത് ഞാൻ ഹൈപ്പോതലാമസ് വരയ്ക്കുകയാണ്. ഇത് മെഡുല്ല, ഇത് പോൺസ്, ഇത് മിഡ് ബ്രെയിൻ, ഇത് തലാമസ് ആണ്. ഇതാണ് ഹൈപ്പോതലാമസ്, ഇത് പിറ്റ്യൂട്ടറി ആണ്, ഇത് ഒപ്റ്റിക് ചയാസത്തിന്റെ ഭാഗമാണ്. ഓക്കെ, സോ ഹൈപ്പോതലാമസിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോതലാമസിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അതിന്റെ പേര് SCN എന്നാണ് നമ്മൾ അതിന് പറയാ, അല്ലെങ്കിൽ അതിന്റെ കൃത്യം ഫുൾ പേര് സുപ്രാ ചയാസ്മാറ്റിക് ചയാസ്മാറ്റിക് ന്യൂക്ലിയസ് എന്നാണ് ഇതിന്റെ പേര്. സോ ഏതാണ്ട് 20,000-ഓളം ന്യൂറോൺസ് ഉള്ള ഒരു സ്ഥലമാണ് ദിസ് സുപ്രാ ചയാസ്മാറ്റിക് ന്യൂക്ലിയസ്. ഇത് ഹൈപ്പോതലാമസിന്റെ അപ്പർ സൈഡിലും ഹൈപ്പോതലാമസ് ഉണ്ട്. നടുവിൽ വെൻട്രിക്കിൾ ആണ്. വെൻട്രിക്കിളിനകത്ത് ഫ്ലൂയിഡ് ഒക്കെ ഉണ്ട്. സോ ഇത് ഈ ഭാഗത്തിന്റെ ഇവിടെയും ഉണ്ട്. സോ രണ്ട് ഭാഗത്തും ഉണ്ട്, ഹൈപ്പോതലാമസിന്റെ രണ്ട് ഭാഗത്തും. സോ ഇവ ഉണ്ടാക്കുന്ന ദിസ് SCN ഉണ്ടാക്കുന്ന ക്ലോക്ക് ആണ് മറ്റ് സെല്ലുകളിൽ പ്രവർത്തിക്കുക. സോ ദർ ഇസ് എ സെൻട്രൽ ക്ലോക്ക് ആൻഡ് ദിസ് മാസ്റ്റർ ക്ലോക്ക് ഈസ് ദ സുപ്രാ ചയാസ്മാറ്റിക് ന്യൂക്ലിയസ് പ്രസന്റ് ഇൻ ദ ഹൈപ്പോതലാമസ്. അപ്പൊ നമ്മുടെ മനസ്സിൽ രണ്ട് ചോദ്യങ്ങളാണ് വരിക. ഒന്ന്, ഹൈപ്പോതലാമസിലുള്ള ഈ സുപ്രാ ചയാസ്മാറ്റിക് ന്യൂക്ലിയസ് എങ്ങനെ രാവും പകലും അറിയും? അതാണ് ഒരു ചോദ്യം വരിക. രണ്ടാമത്തെ ചോദ്യം വരിക, ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ മറ്റ് സെല്ലുകളെ അറിയിക്കും? സോ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്ക് പറയേണ്ടത്. സോ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ കണ്ണുകളുടെ ഉൾഭാഗം. നമ്മളിപ്പോൾ കണ്ണ് ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കും കണ്ണിന്റെ 3 ലെയറാണ് നമ്മൾ വരയ്ക്കുക. കണ്ണിന്റെ ലെയർ, ഇവിടെ ലെൻസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഈ മൂന്നാമത്തെ ലെയർ നമ്മൾ വിളിക്കുക റെറ്റിനൽ ലെയർ എന്നാണ്. റെറ്റിനൽ ലെയർ, ഈ റെറ്റിനൽ ലെയറിൽ എന്തൊക്കെ സെൽസ് ഉണ്ട്? റോഡ്സ് ഉണ്ട്, കോൺസ് ഉണ്ട്. സോ റോഡ്സ് ഫോർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ സ്കോട്ടോപിക് വിഷൻ, കോൺസ് ഫോർ കളർ വിഷൻ, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ മൂന്നാമത് റോഡ്സും കോൺസും അല്ലാതെ മറ്റൊരു സെൽ കൂടിയുണ്ട് ഇവിടെ. ഈ സെല്ലിന്റെ പേര് ഫോട്ടോ റിസെപ്റ്റീവ്, അതും ലൈറ്റ് അടിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നതാണ്. ഫോട്ടോ റിസെപ്റ്റീവ് ഗാംഗ്ലിയോൺ സെൽ എന്നാണ്, അല്ലെങ്കിൽ വേറൊരു പേര് വിളിക്കുകയാണെങ്കിൽ ഇൻട്രിൻസിക്കലി ഫോട്ടോ സെൻസിറ്റീവ് റെറ്റിനൽ സെൽസ് എന്നും വിളിക്കാം. സോ ദിസ് ഈസ് അനദർ സെൽ. സോ ലൈറ്റ് അടിക്കുമ്പോൾ ഇതും ആക്ടിവേറ്റഡ് ആവും. സോ ഈ സെല്ലിൽ പ്രകാശം തട്ടുമ്പോൾ, പ്രകാശം ഇതിലേക്ക് കൂടി ഒന്ന് ഇവിടെ തട്ടുമ്പോൾ ദിസ് സെൽസ് വിൽ ബിക്കം ആക്ടിവേറ്റഡ്. സോ ഇവയിലുള്ള പിഗ്മെന്റ് പേര് മെലാനോപ്സിൻ എന്നാണ്. മെലാനോപ്സിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ് ഉള്ളത്. റോഡോപ്സിൻ ഒക്കെ റോഡ്സിനകത്തുള്ളതാണെന്ന് നമുക്കറിയാം. ഇവിടെ മെലാനോപ്സിൻ ആണ്. സോ ഇതും ലൈറ്റ് തട്ടിക്കഴിയുമ്പോഴത്തേക്കും ഡീപോളറൈസേഷൻ ഓർ ഗെറ്റ്സ് ആക്ടിവേറ്റഡ്. ഡീപോളറൈസേഷൻ സംഭവിക്കും. ഇത് ഡീപോളറൈസ് ചെയ്യുമ്പോൾ ഇത് വരുന്ന മെസ്സേജ് എവിടെ എത്തും? മെസ്സേജ് ഒപ്റ്റിക് നെർവ് വഴി. നമുക്ക് കണ്ണ് ഏകദേശം ഇത് ഹൈപ്പോതലാമസ് ആണെങ്കിൽ കണ്ണ് ഏകദേശം എവിടെയാണ് ഇരിക്കുന്നത് നമുക്കറിയാം. സോ ഒപ്റ്റിക് നെർവ് വഴി ഒപ്റ്റിക് ചയാസത്തിലെത്തും. ഒപ്റ്റിക് ചയാസത്തിൽ നിന്ന് നേരെ SCNലേക്ക് എത്തും. ഒപ്റ്റിക് ചയാസത്തിന്റെ തൊട്ടടുത്താണ് സുപ്രാ ചയാസ്മാറ്റിക് ന്യൂക്ലിയസ് ഇരിക്കുന്നത്. സോ ഇവിടെ ഈ ന്യൂറോൺസ് റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഒന്ന് ഗ്ലൂട്ടമേറ്റ് ആണ്, രണ്ടാമത്തത് PACAP എന്ന് പറയുന്നവരാണ്. PACAP ഫോർ പിറ്റ്യൂട്ടറി അഡിനോലേറ്റ് സൈക്ലേസ് ആക്ടിവേഷൻ പ്രോട്ടീൻ എന്ന് പറയുന്ന രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഇവിടെ എത്തുന്നത്. സോ ഇവിടെ മെസ്സേജ് എത്തുമ്പോഴത്തേക്കും ദിസ് SCN വിൽ ബിക്കം ആക്ടിവേറ്റഡ്. സോ വെളിച്ചം അടിക്കും തോറും, തുടർച്ചയായിട്ട് വെളിച്ചം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ SCN ഈസ് നൗ ആക്ടിവേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഈ പോകുന്ന ട്രാക്റ്റിനെ നമ്മൾ വിളിക്കുന്നത് റെറ്റിനോ ഹൈപ്പോതലാമിക് ട്രാക്ട് എന്നാണ്. റെറ്റിനോ ഹൈപ്പോതലാമിക് ട്രാക്ട് ആണ്. കാരണം കണ്ണിന്റെ റെറ്റിനയിൽ നിന്ന് അത് ഒപ്റ്റിക് ചായസത്തിലെത്തും. ഒപ്റ്റിക് ചായസത്തിൽ നിന്ന് SCNലേക്ക് എത്തുന്നു. സോ SCN എന്തറിയാം? രാത്രിയാണോ പകലാണോ എന്ന് ഇപ്പൊ SCN അറിയാൻ പറ്റും. സോ ഈ സ്റ്റിമുലേറ്ററി മെസ്സേജ് SCNൽ എന്ത് സംഭവിക്കും? SCN നമ്മുടെ പ്രധാനപ്പെട്ട ക്ലോക്ക് ആണ്. അവിടെ എന്ത് സംഭവിക്കും? അവിടെ പെർ അല്ലെങ്കിൽ ക്രിപ്റ്റോക്രോം ഇങ്ങനെയുള്ള എല്ലാ പ്രോട്ടീനുകളും അവിടെ ഉണ്ടാകും. സോ അവിടെ NPAS2 ഉണ്ടാകും, BMAL1 ഉണ്ടാകും. സോ ഇതെല്ലാം അവിടെ ഉണ്ടാവുകയും ദിസ് ഈസ് ഗെറ്റ് ആക്ടിവേറ്റഡ്, കൂടുതലായിട്ട് ആക്ടിവേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കും. സോ ഇതാണ് എങ്ങനെ പകലും രാത്രിയും സുപ്രാ ചയാസ്മാറ്റിക് ന്യൂക്ലിയസിന് അറിയുന്നു എന്നതിന്റെ ആൻസർ. ഈ SCN സെൽസിൽ, ഇതിപ്പോ SCN സെൽസ് ഞാൻ വെറുതെ എന്ന് വരയ്ക്കുകയാണ്. SCN സെൽസിൽ ഒരു പ്രത്യേക പ്രോട്ടീൻ കൂടിയുണ്ട്. അതിന്റെ പേര് ബിഗ് കണ്ടക്ടൻസ് കാൽഷ്യം ആക്ടിവേറ്റഡ് പൊട്ടാസ്യം ചാനൽ ആണ്. BK കാൽഷ്യം 2+ ആണ് എഴുതേണ്ടത്. ആക്ടിവേറ്റഡ് പൊട്ടാസ്യം ചാനൽ ഒരു വോൾട്ടേജ് ചാനലാണ്. പക്ഷെ അതിന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ പൊട്ടാസ്യത്തെ സെല്ലിനകത്തുനിന്ന് പുറത്തേക്ക് തള്ളിക്കളയുക എന്നുള്ളതാണ് ഇതിന്റെ പ്രവർത്തനം. സോ സെല്ലിനകത്തുനിന്ന് കൂടുതൽ പോസിറ്റീവ് പുറത്തേക്ക്
പ്രവർത്തികളെ എന്ന് വെച്ചാൽ സെല്ലിനകം മൈനസ് ആകുകയാണ്. സെല്ലിനകം മൈനസ് ആകുക എന്ന് വെച്ചാൽ ഹൈപ്പർ പോളറൈസേഷൻ ആവുക എന്നാണ് അർത്ഥം. ഹൈപ്പർ പോളറൈസ് സെൽ എന്ന് പറഞ്ഞാൽ അത് ഇനാക്റ്റീവ് ആകുക എന്നുള്ള. സോ ഈ സെല്ലിന് അത് കൂടുതലായിട്ടുണ്ട്. സോ വെളിച്ചം അടിക്കാതിരിക്കുമ്പോഴത്തേക്കും ദിസ് സെൽ ക്യാൻ ഗെറ്റ് ഇനാക്ടിവേറ്റഡ് ഓൾസോ. സോ വെളിച്ചം അടിക്കുമ്പോഴത്തേക്കും ആക്റ്റീവ് ആകും, വെളിച്ചം അടിക്കാത്തപ്പോഴത്തേക്കും ഇത് ഇനാക്റ്റീവ് ആകാനായിട്ടും ഇതിന് പറ്റും. ബിക്കോസ് ഓഫ് ദിസ് ബിഗ് കണ്ടക്ടൻസ് പൊട്ടാസ്യം ചാനൽ പ്രസന്റ് ഓൺ ദ സെൽ മെംബ്രെയിൻ. രണ്ടാമത്തെ ചോദ്യം, ഈ SCN സെൽസിൽ വന്ന മാറ്റം, ഇവിടെ വന്ന മാറ്റം ആക്ടിവേറ്റഡ് ആയി അല്ലെങ്കിൽ ഇനാക്ടിവേറ്റഡ് ആയി. ആക്ടിവേറ്റഡ് ആയി എന്ന് കരുതുക. ഈ വന്ന മാറ്റം മറ്റ് സെല്ലുകളൊക്കെ എങ്ങനെ അറിയും എന്നുള്ളതാണ്. സോ ഈ SCN സെൽസിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു ഹൈപ്പോതലാമിക് ന്യൂക്ലിയസ് ആണ്. ഹൈപ്പോതലാമസ് കണ്ടെയ്ൻ ലോട്ട്സ് ഓഫ് ന്യൂക്ലിയസ്. സോ ഇതിന് തൊട്ടടുത്തുള്ള ന്യൂക്ലിയസിന്റെ പേര്, ഇതിന്റെ പേര് AHN ഓർ ആന്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയസ് എന്നാണ് പറയുന്നത്. സോ ആന്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്താണ്? ആന്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയസ് ഈസ് കൺസേൺ വിത്ത് ദ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന ബ്രെയിനിലെ ന്യൂക്ലിയസ്, ഹൈപ്പോതലാമസിലെ ന്യൂക്ലിയസ് ആണ് ആന്റീരിയർ ഹൈപ്പോതലാമിക് ന്യൂക്ലിയസ്. സോ SCN സെൽസ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ, ഇത് കൂടുതലായിട്ട് ആക്ടിവേറ്റഡ് ആകുമ്പോൾ ദിസ് ക്യാൻ ആക്ടിവേറ്റ് ദ AHN വേഗം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കും. ബോഡി ടെമ്പറേച്ചർ സാധാരണ 36.7 ഒരു 37 സംതിങ് 1 or 2 തൽക്കാലം 2 എടുക്കാം, അല്ലെങ്കിൽ 4 വരെ നമുക്ക് പറയാം. ഇതിനിടയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ഇത് വർദ്ധിപ്പിക്കുമ്പോഴത്തേക്കും ഇത് ആക്ടിവേറ്റഡ് ആകും. ഇത് ആക്ടിവേറ്റഡ് ആകുമ്പോഴത്തേക്കും ബോഡി ടെമ്പറേച്ചർ വിൽ ഗെറ്റ് ഇൻക്രീസ്. ബോഡി ടെമ്പറേച്ചർ വർദ്ധിക്കും. ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് AHN ആണ്. AHN ആക്ടിവേറ്റഡ് ആവുന്നു. അത് വർദ്ധിക്കുമ്പോഴത്തേക്കും ബോഡി ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ വൈകുന്നേരം ആയിരിക്കും കൂടുതലായിട്ട് ബോഡി ടെമ്പറേച്ചർ കൂടുക എന്ന് നമ്മൾ പിന്നീട് കാണും. ഓക്കെ, സോ ബോഡി ടെമ്പറേച്ചർ കൂടുക. ബോഡി ടെമ്പറേച്ചർ ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ബേസൽ മെറ്റബോളിക് റേറ്റ്. ബേസൽ മെറ്റബോളിക് റേറ്റ് വർദ്ധിക്കാനായിട്ട് ബോഡി ടെമ്പറേച്ചർ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ വേണം. സോ ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ BMR കൂടും. BMR പല സെല്ലുകളിലും, ശരീരത്തിന്റെ എല്ലാ സെല്ലുകളിലും BMR കൂടുക എന്ന് വെച്ചാൽ അവിടെയുള്ള മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം കൂടുക എന്നാണ് അർത്ഥം. So this activation of SCN now it is converted to all cells. എല്ലാ സെല്ലുകളിലേക്കും, ശരീരത്തിന്റെ എല്ലാ സെല്ലുകളിലേക്കും ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുക, ടെമ്പറേച്ചർ കൂടുക എന്നുള്ള സിഗ്നൽസ് കൊടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആക്ഷൻ ഹൈപ്പോതലാമസിലെ മറ്റൊരു ന്യൂക്ലിയസ് ആയിട്ടുള്ള, ഉദാഹരണം നമുക്കിത് ഇവിടെ വരയ്ക്കാം. ആ ന്യൂക്ലിയസിന്റെ പേര് പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ് എന്നാണ്. PVN എന്നാണ് നമ്മൾ എഴുതുക. പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ് ഓഫ് ഹൈപ്പോതലാമസ് ഈസ് ഗെറ്റ് ആക്ടിവേറ്റഡ്. സോ ഇത് ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഇത് ആക്ടിവേറ്റഡ് ആകും. പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ് റിലീസ് ചെയ്യുന്ന സാധനം എന്താണ്? അതിന്റെ പേര് CRH എന്നാണ്. കൊർട്ടിക്കോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആണ്. അത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ എത്തുന്നു. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ACTH എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നു. ACTH കിഡ്നിയുടെ മുകളിലുള്ള അഡ്രീനൽ ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുന്ന, അഡ്രീനൽ ഗ്ലാൻഡിലെ സോണോറെറ്റിക്കുലാരിസിൽ നിന്ന് മറ്റൊരു ഹോർമോൺ റിലീസ് ചെയ്യുന്നു. ആ ഹോർമോണിന്റെ പേര് കോർട്ടിസോൾ എന്നാണ്. കോർട്ടിക്കോസ്റ്റീറോയിഡ് ആണ്. കോർട്ടിസോൾ ബ്ലഡിലൂടെ എല്ലാ സെല്ലുകളിലും എത്തുന്നു. സോ നമുക്കറിയാം കോർട്ടിസോൾ രാവിലെ കൂടുതലായിട്ട് റിലീസ് ചെയ്യുന്നു. കാരണം ഇതുകൊണ്ടാണ് വെളിച്ചം അടിക്കുമ്പോൾ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ അവസാനം കോർട്ടിസോൾ റിലീസ് കൂടും. വൈകിട്ടാകുമ്പോഴത്തേക്കും കോർട്ടിസോൾ കുറയുകയും ചെയ്യും. കോർട്ടിസോൾ മറ്റു രീതിയിൽ പറഞ്ഞാൽ സ്ട്രെസ് ഹോർമോൺ കൂടിയാണ്. സോ കോർട്ടിസോൾ എല്ലാ സെല്ലുകളിലും പോയി അവിടെയുള്ള then cryptochrome അല്ലെങ്കിൽ NPC2 then BMAL2 എല്ലാം BMAL1 എല്ലാം വർദ്ധിപ്പിക്കും. സോ ദിസ് ഓൾ ദ സെൽ ബിക്കം നൗ മോർ ആക്റ്റീവ്. സോ ഇതാണ് അടുത്ത പ്രവർത്തനം. സോ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇനി SCNന്റെ അടുത്ത ആക്ഷൻ എന്ന് പറയുന്നത് SCN ആക്ട് ഓൺ പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ ഗ്ലാൻഡ് ഏകദേശം ഇത് തലാമസ് ആണെങ്കിൽ ഇതിന്റെ തൊട്ട് പുറകിലാണ് പീനിയൽ ഗ്ലാൻഡ് ഇരിക്കും. സോ പീനിയൽ ഗ്ലാൻഡിൽ ആക്ട് ചെയ്തിട്ട് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്, മെലാറ്റോണിൻ. സോ അതിന്റെ സെക്രീഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് SCNന്റെ അടുത്ത പണി. സോ നേരെ തിരിച്ചാണ്. SCN ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെലാറ്റോണിൻ കുറയും. സോ STN റെസ്റ്റിംഗ് ആകുമ്പോൾ മെലാറ്റോണിൻ വർദ്ധിക്കുകയും, കോർട്ടിസോളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കോർട്ടിസോൾ SCN ആക്ടിവേറ്റഡ് ആകുമ്പോൾ കോർട്ടിസോൾ കൂടും, പക്ഷെ ഇവിടെ നേരെ കുറവാണ്. സോ ഇവിടെ SCN നേരിട്ടല്ല പ്രവർത്തിക്കുന്നത്, ഒരു ഇൻഡയറക്റ്റ് റൂട്ട് വഴിയാണ് പ്രവർത്തിക്കുന്നത്. ആൻഡ് SCN ആക്ട് ഓൺ സുപ്പീരിയർ സെർവിക്കൽ ഗാംഗ്ലിയ. ഇവിടെ ഒരു ഗാംഗ്ലിയ ഉണ്ട്, അതിന്റെ പേര് സുപ്പീരിയർ സെർവിക്കൽ ഗാംഗ്ലിയ, SCG എന്ന് പറയുന്ന ഒരു ഗാംഗ്ലിയയിലാണ് പ്രവർത്തിക്കുക. സോ സാധാരണ രീതിയിൽ SCN ആക്ട് ചെയ്തിട്ടാണ് മെലറ്റോണിൻ സെക്രീഷന്റെ കൺട്രോൾ റെഗുലേറ്റ് ചെയ്യുന്നത്. SCN വരുന്നത് നോറെഡ്രിനാലിനാണ്. അത് ആക്ട് ചെയ്യുമ്പോഴാണ് മെലറ്റോണിൻ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുക. സോ ഇവിടെ സംഭവിക്കുന്നത് ഇത് ആക്ടിവേറ്റഡ് ആകുമ്പോൾ, പകൽ ഇത് ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യാം. സോ സുപ്പീരിയർ സെർവിക്കൽ ഗാംഗ്ലിയോണെ ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് മെലാറ്റോണിൻ സെക്രീഷൻ കുറയും. സോ രാത്രി ആകുമ്പോഴത്തേക്കും ഇത് ആക്ടിവേറ്റഡ് അല്ല, സോ ഇൻഹിബിഷൻ പോയി മെലാറ്റോണിൻ സെക്രീഷൻ കൂടും. സോ ഇതാണ് സംഭവിക്കുക. സോ രാത്രി ഇപ്പൊ സംഭവിച്ചത് മെലാറ്റോണിൻ കൂടുതലാണ്,
പകലായിരുന്നെങ്കിൽ അത് കോർട്ടിസോൾ കൂടുതലായിരുന്നു. മെലാറ്റോണിന്റെ ആക്ഷൻ നമുക്കറിയാം. മെലാറ്റോണിൻ ഒരു ഉറക്കമുണ്ടാക്കുന്ന ഹോർമോൺ എന്ന രീതിയിലായിരിക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. സോ ശരീരത്തിലെ എല്ലാ സെല്ലുകളെയും ഡിപ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മെലാറ്റോണിന്റെ പടി. മെലാറ്റോണിൻ ആക്സ് ഓൺ ഇറ്റ്സ് ഓൺ റിസപ്റ്റേഴ്സ്. മെലാറ്റോണിൻ റിസപ്റ്റർ വഴിയാണ് ആക്ട് ചെയ്യുക. സോ പകൽ കോർട്ടിസോൾ വഴി ബോഡി ടെമ്പറേച്ചർ കൂട്ടുന്ന വഴി, മെറ്റബോളിക് റേറ്റ് കൂട്ടുന്ന വഴി എല്ലാത്തിനും ആക്ടിവേറ്റ് ചെയ്യും. രാത്രി മെലാറ്റോണിൻ വഴിയും ബാക്കിയുള്ളത് കുറച്ച് നിർത്തിക്കൊണ്ട് സെല്ലുകളെല്ലാം കുറച്ച് ആക്ടിവേഷൻ കുറയ്ക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് ദ ആക്ഷൻ ഓഫ് സുപ്രാചാസ്മാറ്റിക് ന്യൂക്ലിയൈ ഓൺ അതർ ബോഡി ബയോളജിക്കൽ ക്ലോക്സ്. മറ്റ് ബയോളജിക്കൽ ക്ലോക്സ് ഉള്ള എല്ലാ സെല്ലുകളിലും ഇത് ചെയ്യാനായിട്ട് സുപ്രാചാസ്മാറ്റിക് ന്യൂക്ലിയസിന് പറ്റും. സോ അവർ മോട്ടോർ ക്ലോക്സ് റെഗുലേറ്റ്സ് ദ സെല്ലുലാർ ഫംഗ്ഷൻ, സെൽ മെറ്റബോളിക് ഫംഗ്ഷൻ ഓഫ് ഓൾ അതർ സെൽസ് ഇൻ ദ ബോഡി. സോ ഇങ്ങനെയാണ് ഇത് റെഗുലേറ്റ് ചെയ്യുക. സോ ഒരു സെൻട്രൽ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മാസ്റ്റർ ന്യൂക്ലിയസ് ബാക്കി എല്ലാ ന്യൂക്ലിയസിനെയും പല രീതിയിൽ ആക്ടിവേറ്റഡും ഡിനാക്ടിവേറ്റഡും ആക്കുകയും അങ്ങനെ എല്ലാ ന്യൂക്ലിയസിനും ഇത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അതേപോലെ റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് കൊടുക്കുകയാണ് ബയോളജിക്കൽ ക്ലോക്ക്. സോ അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് ആക്ടിവേറ്റഡ് ആവുന്നതും മറ്റ് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ഇത് വർക്ക് ചെയ്യുകയും ചെയ്യാം. ഇനി ഇവിടെ ഉള്ള ഒരു സംശയം, ചില സെല്ലുകളുണ്ട് RBC പോലെയുള്ള സെല്ലുകൾ, അവർക്ക് ന്യൂക്ലിയസ് ഇല്ല. ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകൾക്ക് നമ്മുടെ സിർക്കാഡിയൻ റിതം അനുസരിച്ച് വർക്ക് ചെയ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മെക്കാനിസം മിക്കവാറും പോസ്റ്റ് ട്രാൻസ്ലേഷണൽ ഓസിലേറ്റേഴ്സ് എന്ന് PTO എന്നാണ് നമ്മൾ പറയുക, അതുവഴിയായിരിക്കും. കാരണം ഇത് തെളിയിച്ചിട്ടുള്ളത് ചില പ്ലാന്റുകളിൽ ഇങ്ങനെയാണ് നടക്കുന്നത്, ചില ബാക്ടീരിയകളിലൊക്കെ ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണാം. സോ പ്ലാന്റുകളിൽ രാത്രി ഉള്ള ആക്ഷനൊക്കെ ഇങ്ങനെയായിട്ട് കാണാം. സോ അങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ അനുമാനിക്കുന്നു. സോ പിക്ചർ ഇപ്പോൾ ക്ലിയർ അല്ല, ഇങ്ങനെയുള്ള സെല്ലുകളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ക്ലിയർ പിക്ചർ ഇതുവരെ വന്നിട്ടില്ല. ബിക്കോസ് ദിസ് ഈസ് സിർക്കേഡിയൻ റിതം. ഇതൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഒരു സയൻസിൽ ഒരു പുതിയ ന്യൂ എറീനയാണ്. സോ ഇതിനെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകൾ വരികയാണെങ്കിൽ അങ്ങനെയുള്ള പേപ്പേഴ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയില്ല. വരുന്ന മുറയ്ക്ക് എനിക്ക് അതിനെക്കുറിച്ച് പറയാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സിർക്കാഡിയൻ റിതം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ക്രോണോ ഫാർമക്കോളജി ആൻഡ് റിലേറ്റഡ് കാര്യങ്ങൾ പറയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.